ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ഹൈ ടേബിൾ ഫോറക്സ് ലെസൺസ്. കുറച്ച് ഡിലേ ആയി, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് റെഗുലറായിട്ട് യൂട്യൂബ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു പേഴ്സണൽ ട്രെയിനിങ്ങിന് വേണ്ടി കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ക്ലാസ് എടുത്ത് കൊടുക്കലും പരിപാടിയായിട്ട് ഒരു മാസം ഭയങ്കര തിരക്കിലായിരുന്നു. സോ ഞാൻ റെഗുലറായി വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് SMT എന്താണെന്ന് നോക്കാം. സോ SMT സ്റ്റാൻഡ്സ് ഫോർ സ്മാർട്ട് മണി ടു അല്ലെങ്കിൽ സ്മാർട്ട് ടെക്നിക്. ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രെങ്ത്, രണ്ട് കോറിലേറ്റഡ് പേഴ്സ് തമ്മിലുള്ള സ്ട്രെങ്ത് മനസ്സിലാക്കാനും ഇൻസ്റ്റിറ്റ്യൂഷണൽ സയൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഒരു കൺഫർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് SMT. പിന്നെ ഇത് ഒരു കോൺഫിഡൻസസ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് മാത്രം യൂസ് ചെയ്യേണ്ട സാധനമാണ്. അല്ലാണ്ട് ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് ഒരിക്കലും ഇത് മാത്രം വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ വേറെ അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ലാസ്റ്റ് റിസോർട്ട് നമുക്കൊരു എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യേണ്ടതാണ് SMT. ഇതിൽ നമ്മൾക്ക് രണ്ട് പെയർ വേണം, കോറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പെയർ വേണം. അപ്പോൾ ഏതൊക്കെ പെയറാണ് കോറിലേഷൻ ആയിട്ടുള്ളത് എന്ന് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുക്കാം. സോ ഇമാജിൻ പെയർ 1 ആൻഡ് പെയർ 2 ഇസ് കോറിലേറ്റഡ്. അപ്പോൾ അങ്ങനെ കോറിലേഷനിൽ വരുന്ന പെയർ ആണെങ്കിൽ ഒരേപോലെയാണ് അതിൻ്റെ ചാർട്ട്സ് മൂവ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കോറിലേറ്റഡ് പെയർസ് ആണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. അതിലും ഈ സെയിം പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ പെയർ 1-ൽ നമുക്ക് ഈ സെൽ സ്റ്റോപ്സ് ഈ ലോ എടുത്തിട്ടുണ്ട്. പെയർ 2-ലും ഈ സെൽ സ്റ്റോപ്സ് ഈ ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരേപോലെയാണ് പെയർ 1-ഉം പെയർ 2-ഉം മൂവ് ചെയ്യേണ്ടത് കോറിലേറ്റഡ് പെയർസ് ആയതുകൊണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഈ ലോ ഇവിടെ ലോവും ലോവർ ലോയും, ഇവിടെയും ലോയും ലോവർ ലോയും. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ സെൽ സ്റ്റോപ്സ് ഇതെടുത്തു എന്നാണ്. ഈ സെക്കൻഡ് കേസ്, സോ ഇവിടെ SMT ഇല്ല, കാരണം ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണത്. സെക്കൻഡ് കേസിൽ പെയർ 1-ഉം പെയർ 2 ഇവിടെ ലോവും ലോവർ ലോ, പക്ഷെ പെയർ 2-ൽ ലോവും ഹയർ ലോ ആണ്. ഈ ഒരു സെൽ സ്റ്റോപ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഒരേപോലെ മൂവ് ചെയ്യേണ്ട രണ്ട് പെയർ ഇവിടെ ഒരേപോലെ അല്ല മൂവ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ സെൽ സ്റ്റോപ്സ് ഈ ലോ എടുക്കുകയും ചെയ്തു, സെൽ സ്റ്റോപ്സ് പകരം ഹയർ ലോ ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ക്രാക്ക് ഇൻ കോറിലേഷൻ. ഒരു കോറിലേറ്റഡ് അസറ്റ്സിൽ ഒരു ക്രാക്ക് ഉണ്ടായി. അത് അവർ ഒരേപോലെ മൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരേപോലെ ഒരു ക്യാരക്ടറിസ്റ്റിക് കാണിച്ചില്ല. അതിൻ്റെ അർത്ഥം SMT ഈസ് വാലിഡ്. അപ്പോൾ ഇവിടെ SMT നടന്നിട്ടുണ്ട്. അതിൻ്റെ ആ സൈനാണ്, ആ ചാർട്ടിൽ ഒരു SMT ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സൈനാണ് നമുക്ക് SMTയിലൂടെ കൺഫർമേഷൻ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ എന്താ മെയിൻ ചെയ്യുന്നത്? പെയർ 2 ഈസ് അൺവില്ലിങ് ടു ഗോ ലോവർ. അതായത് പെയർ 2 ഈ ലോ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു സെൽ സ്റ്റോപ്സിനെ എടുക്കാൻ വില്ലിങ് അല്ല, പക്ഷെ പെയർ 1 സെൽ സ്റ്റോപ്സിനെ എടുത്ത്. അപ്പോൾ നമുക്ക് എവിടെ SMT ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്യുമുലേഷൻ്റെ സൈനാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ അക്യുമുലേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ സൈനാണ്. പിന്നെ പെയർ 1 ഇവിടെ ഈ സെൽ സ്റ്റോപ്സ് എടുത്ത് ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തത്. പെയർ 2 ഹയർ ലോ. അർത്ഥം എന്താണെന്ന് വെച്ചാൽ പെയർ 2-നാണ് റിലേറ്റീവ് സ്ട്രെങ്ത് കൂടുതൽ പെയർ 1-നേയും കാട്ടി. അപ്പോൾ നമ്മളൊരു ബൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പെയർ 2-ലാണ് ബൈ ചെയ്യേണ്ടത്, പെയർ 1 അല്ല. ഈ രണ്ട് വെച്ച് നോക്കുമ്പോൾ പെയർ 2 ആണ് സ്ട്രെങ്ത് കൂടുതൽ. ഇവിടെ ഹയർ ലോ ആണ്, ഇവിടെ ലോവർ ലോ ആണ്. ഒരു സെൽ സ്റ്റോപ്സ് എടുക്കണേ കാട്ടി കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്ന് പുഷ് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ നമ്മൾ ബൈ ചെയ്യുമ്പോൾ പെയർ 2-ലാണ്. ഇനി നെക്സ്റ്റ് കേസ് ഇൻവേഴ്സ്ലി കോറിലേറ്റഡ് പെയർസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറോ USD, യൂറോ USDയും DXY ഡോളർ ഇൻഡെക്സ്, ഇതിന്റെ ചാർട്ടാണെന്ന് വെച്ചാൽ അത് ഇൻവേഴ്സ്ലി കോറിലേറ്റഡ് ആണ്. മറ്റേത് ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ പോസിറ്റീവ്ലി കോറിലേറ്റഡ് അസറ്റ്സിന്റെ കാര്യമാണ് പറഞ്ഞത്, അതായത് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻവേഴ്സ്ലി മീൻസ് DXY മേലോട്ട് പോകും, യൂറോ USD താഴോട്ടാ പോകുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് കോറിലേറ്റഡ്.
അതിലെങ്ങനെ നമ്മൾ SMT നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മളിവിടെ ഇതിന്റെ ലോ നോക്കി, പെയർ ടൂവിൻ്റെയും ലോ. പക്ഷെ ഈ നെഗറ്റീവ് കോറിലേറ്റഡ് അസറ്റ്സിൽ നമ്മൾ ഇതിന്റെ ലോ നോക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഹൈ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, വെച്ചിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസ് ഇവിടെ ലോ, പെയർ ടൂല് ഇവിടെ ഹൈ, ഹയർ ഹൈ, ഇത് ഒരേ കോറിലേഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SMT ഇല്ല. ഈ സെക്കൻഡ് കേസിൽ ഇവിടെ ലോ, ലോവർ ലോ. പക്ഷെ പെയർ ടൂല് ഇവിടെ ഹൈ, ലോവർ ഹൈ ആണ്, ഹയർ ഹൈ അല്ല തന്നത്. എന്താണ്? ക്രാക്ക് ഇൻ കോറിലേഷൻ. സോ SMT ഈസ് വാലിഡ്. കാരണം ഇവിടെ സെൽ സ്റ്റോപ്സ് എടുത്തു, പക്ഷെ ഇവിടെ ബൈ സ്റ്റോപ്സ് എടുത്തിട്ടില്ല. ഒരു കോറിലേഷനിൽ ക്രാക്കായി. കാരണം ഒരേപോലെ മൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരേപോലെ അല്ല, ക്രാക്ക്. അപ്പോൾ നമുക്ക് എന്താണ്? SMT ഈസ് വാലിഡ്. സോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? പെയർ 2 ഈസ് അൺവില്ലിംഗ് ടു ഗോ ഹയർ. പക്ഷെ പെയർ 1 റൺ ഓൺ സ്റ്റോപ്സ് തരുകയും ചെയ്തു. അതിന്റെ അർത്ഥം ഇവിടെ പെയർ 2ല് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. പെയർ 2ലല്ല, മൊത്തത്തിൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ട്രിബ്യൂഷൻ തന്നു എന്നാണ് ഇതിന്റെ മീനിങ്. സോ പെയർ 2ല് റിലേറ്റീവ് സ്ട്രെങ്ത് കുറവാണ് ഇതിനെയും കാട്ടി. നമ്മൾ സെല്ല് ചെയ്യണ പെയറാണെങ്കിൽ, സെല്ല് ചെയ്യുന്ന പെയറിലാണെങ്കിൽ സെല്ല് ചെയ്യണം. ബൈ സ്റ്റോപ്സ് എടുക്കാത്ത പേഴ്സ് നമുക്ക് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് കിട്ടും. കാരണം ഇവിടെ അത്ര പ്രഷർ, ഇവിടെ ബൈ സ്റ്റോപ്സ് എടുക്കാണ്ട് തന്നെ മാർക്കറ്റ് തിരിഞ്ഞു. സോ നമ്മൾ ചാർട്ട്സിൽ ചാർട്ട് അതില് ഞാൻ പറഞ്ഞു XY ഇത് രണ്ടുമായിട്ട് സെക്കൻഡ് ആയിട്ടുള്ള XY നെഗറ്റീവ് പോസിറ്റീവ് കോറിലേറ്റഡ് ആണ്. പക്ഷെ DXY നെഗറ്റീവ് കോറിലേറ്റഡ് ആണ്. ഇവിടെ എന്താ ഈ ഒരു എക്സാമ്പിളിൽ എന്താ സംഭവിച്ചാൽ, DXY ഹൈ, ഹയർ ഹൈ, അതായത് ഇവിടെ ബൈ സ്റ്റോപ്സിനെ റൺ ചെയ്തു, ബൈ സ്റ്റോപ്സിനെ എടുത്തിട്ടുണ്ട്. യൂറോ USD അതേപോലെ തന്നെ ലോ, ലോവർ ലോ, ഈ ഒരു സെൽ സ്റ്റോപ്സിനെ എടുത്തിട്ടുണ്ട്. പക്ഷെ GBP USDയിൽ ഈ ഒരു ലോ, സെൽ സ്റ്റോപ്സിന് ഈ ഒരു ലോ എടുത്തിട്ടില്ല. ഹയർ ലോ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു ക്രാക്ക് ഇൻ കോറിലേഷൻ വന്നു. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ DXY ആയിട്ടും യൂറോ ആയിട്ടും SMT വന്നു, ഇവിടെ ഒരു ക്രാക്ക് ഇൻ കോറിലേഷൻ വന്നു. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ഏതാ ബൈ ചെയ്യേണ്ടത്? GBP USD ആണ് ബൈ ചെയ്യേണ്ടത്. യൂറോ USD ബൈ, പക്ഷേ GBP സ്ട്രോങ് ബൈ. റീസൺ എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇവിടെ പ്രഷർ കൂടുതലുള്ളത് കൊണ്ടാണ് ഇവിടെ ലോവർ ലോ ഈ ഒരു സെൽ സ്റ്റോപ്പിൽ ഉള്ളത്. ഇതിനാണ് റിലേറ്റീവ് സ്ട്രെങ്ത് കൂടുതൽ. അപ്പോൾ നമ്മൾ ബൈ ചെയ്യുമ്പോൾ GBP USD ആണ് ബൈ ചെയ്യേണ്ടത്, USD അല്ല, ബിക്കോസ് GBP ആണ് സ്ട്രോങ് ബൈ. സോ ഇത് നിങ്ങളുടെ മുന്നേ, അതായത് നിങ്ങളുടെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അനാലിസിസിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയും പിന്നെ ഇതൊരു എക്സ്ട്രാ കോൺഫിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇതൊരിക്കലും ഒരു എക്സ്ട്രാ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യരുത്. ഇത് വെച്ചിട്ട് അനാലിസിസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വരുന്ന വീഡിയോസിലൂടെ പറഞ്ഞു. സോ